ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC റിസൾട്ട് മെയ് 8 തീയതി വൈകിട്ട് 3 മണിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് SSLC റിസൾട്ട് വേഗത്തിൽ അറിയുക എന്നുള്ളതും എന്തൊക്കെയാണ് അതിൻ്റെ രീതികളെന്നുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം SSLC റിസൾട്ടിന് ശേഷം +1 അഡ്മിഷനെ കുറിച്ചും അലോട്ട്മെൻറ്റിനെ കുറിച്ചുമുള്ള വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം അവർക്കും ഇത് വളരെയധികം ഉപകാരമാവും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. SSLC റിസൾട്ട് പ്രഖ്യാപിച്ചാൽ ഏറ്റവും വേഗത്തിൽ എങ്ങനെ അറിയാം? ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിസൾട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ഇത് പരിശോധിക്കുക, വേഗത്തിൽ എങ്ങനെ അറിയാം, എന്തൊക്കെയാണ് ഇതിൻ്റെ രീതികൾ? ഏറ്റവും ആദ്യം 8 തീയതി വൈകിട്ട് 3 മണിക്കാണ് റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കൃത്യം 3 മണിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണും. എല്ലാ ചാനലുകളും ലൈവായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ് മീറ്റ് ലൈവായിട്ട് കാണിക്കും. അതിൽ അദ്ദേഹം ആദ്യം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി, അതിൽ എത്ര കുട്ടികൾ വിജയിച്ചു, എത്ര കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം പറയും. ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് തുടങ്ങിയ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ വെബ്സൈറ്റുകളിലും ആപ്പിലുമൊക്കെ ഈ റിസൾട്ട് വരികയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് അനൗൺസ് ചെയ്തു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്ത് കിട്ടില്ല, വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷമേ റിസൾട്ട് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്താണ് റിസൾട്ട് സൈറ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പം അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് നടക്കുമ്പം തന്നെ റിസൾട്ട് സൈറ്റിൽ വന്നേക്കാം. ചിലപ്പം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നാളെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ഇനി റിസൾട്ട് സൈറ്റിൽ വരുമ്പോൾ തന്നെ കിട്ടണമെങ്കിൽ അത്ര എളുപ്പമാണ് എന്ന് നിങ്ങൾ കരുതരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം പോലെ പെട്ടെന്ന് കിട്ടിയെന്ന് വരാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിസൾട്ട് അദ്ദേഹം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വെബ്സൈറ്റിലേക്കും ആപ്പിലേക്ക് കയറാൻ ശ്രമിക്കും. വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കൾ ഇപ്പോൾ മറ്റൊരിടത്തു നിന്ന് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ റിസൾട്ട് അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും സൈറ്റ് ജാം ആവാനും സർവർ ബിസി ആവാനും നെറ്റ് ഹാങ് ആവാനും ഒക്കെ വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ റിസൾട്ട് പരിശോധിക്കാൻ നിങ്ങൾ ചെയ്യാവുന്നൊരു കാര്യമെന്നുള്ളത്, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, പ്ലേ സ്റ്റോറിൽ നിന്നും ഞാൻ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സഫലം എന്നാണ് ആപ്പിൻ്റെ പേര്. ഇത് ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ ഒരു ആപ്പാണ്. കൈറ്റിൻ്റെ ആപ്പാണ്, ദിവസമില്ല കൈറ്റിൻ്റെ ആപ്പ്. അപ്പം ഈ ആപ്പിൻ്റെ പേര് സഫലം 2024 എന്നാണ്. SAPHALAM 2024. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുമ്പോൾ സഫലം 2024 എന്ന ആപ്പ് വരും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യാനുള്ള 2 ഏരിയകൾ കാണാം. സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ അത് 2 എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ റിസൾട്ട് തെളിഞ്ഞു വരും. അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കാരണം പിന്നീട് ഒരിക്കൽ ആ ആപ്പിലേക്ക് കയറാൻ നോക്കിയാൽ പെട്ടെന്ന് നടന്നത് വരില്ല. ഓക്കെ, സോ നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞ് ഉടൻ തന്നെ ഈ ആപ്പ് തുറന്ന് റെഡി ആയി നിൽക്കുക. ചിലപ്പോൾ നിങ്ങളായിരുന്നു ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങ് സൈറ്റ് ജാമായി പോകും. പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ട് വരും. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെങ്കിൽ അപ്പം തന്നെ ആപ്പ് എടുത്ത് റെഡി ആയിട്ട് ഇരിക്കുക. ഒന്ന്, ഇങ്ങനെയാണ് ആപ്പ് വഴി ചെക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ രീതി, ഇതല്ലാതെ മറ്റേത് രീതിയിലാണ് നമുക്ക് റിസൾട്ട് പരിശോധിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ആപ്പ് വഴിയാണ്. iOS-ൽ ഈ ആപ്പ് ലഭ്യമല്ല നിലവിൽ. ഓക്കെ, ആൻഡ്രോയിഡിൽ മാത്രമേ കിട്ടൂ. രണ്ടാമത്തെ രീതി, കുറേ വെബ്സൈറ്റുകളിൽ ആപ്പ് കൊടുക്കും. റിസൾട്ട് കുറേ വെബ്സൈറ്റുകളിലൂടെ കൊടുക്കും. ആ റിസൾട്ട് ലഭിക്കുന്ന വെബ്സൈറ്റുകളുടെ കുറച്ച് സൈറ്റുകളുടെ പേര് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. SSLCexam.kerala.gov.in അങ്ങനെ കുറച്ച് സൈറ്റുകളുണ്ട്. പരീക്ഷാ ഭവൻ വെബ്സൈറ്റ്, അതിൻ്റെയൊക്കെ അഡ്രസ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി ഇതിന് പുറമെ റിസൾട്ട് കിട്ടുന്ന പുറമേ അല്ല, ഈ സൈറ്റുകളുടെ എല്ലാം ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തും റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രസ് മീറ്റ് വരെ കാത്തിരിക്കണം. അതിന് ശേഷം മാത്രമേ ഇതിലെല്ലാം റിസൾട്ട് കിട്ടൂ. അവിടെ പ്രഖ്യാപിച്ചാൽ ഏറ്റവും വേഗത്തിൽ കിട്ടാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾ ചിലപ്പോൾ 10-15 മിനിറ്റ് ലേറ്റ് ചെയ്താൽ പിന്നെ ആ വെയിറ്റിംഗ് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നീളേണ്ട സാഹചര്യം വരും ചിലപ്പോൾ. ഓക്കെ, കാരണം അത്രയും ബിസി ആവാറുണ്ട് എല്ലാ വർഷവും. സോ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ 3 മണി മുതൽ തന്നെ നിങ്ങൾ ഈ സൈറ്റ് എടുത്തോ അല്ലെങ്കിൽ ആപ്പ് എടുത്തോ റെഡി ആയിട്ടിരിക്കുക. നിരന്തരം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.